LDFന്റെ എറണാകുളം അസംബ്ലി മണ്ഡലം ഇന്നലെ കൂടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിച്ചില്ലെങ്കിലും പ്രധാനപ്പെട്ടവരെ കാണുന്ന ഒരു നല്ല തിരക്കിലാണ്. കഴിഞ്ഞ 40 വർഷമായി ജനതാ പാർട്ടി കാലം മുതൽ ഇന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ എത്തി നിൽക്കുന്ന ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം 77 മുതൽ എന്റെ പ്രവർത്തനമുണ്ട്. ഈ രണ്ട് കാര്യത്തിലും LDF എനിക്ക് തന്ന ഒരു പരിഗണനയായിട്ടാണ് എറണാകുളം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ വിലയിരുത്തുന്നത്. വിദ്യാർത്ഥി ആയ കാല രാഷ്ട്രീയം മുതൽ എറണാകുളത്തിന്റെ മണ്ണാണ് എന്റെ മണ്ണ്. ഞാൻ പഠിച്ച വിദ്യാലയം, ഞാൻ പഠിച്ച മറ്റ് കലാലയങ്ങൾ, കൊച്ചി നഗരത്തിൽ 10 വർഷം കൌൺസിലറായപ്പോഴും അത് എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഡിവിഷനുകളിൽ നിന്നാണ് ഞാൻ ജയിച്ചത്. നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറായപ്പോഴും ആ അഭിമാനം എനിക്കുണ്ടായിരുന്നു. അതിന്റെ എല്ലാ വിധത്തിലുള്ള ഒരു കരുതല് എറണാകുളംകാർ എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ക്യാമ്പയിൻ അത്യാവശ്യം കാണേണ്ടവരെ കാണാൻ മുന്നണിയും പാർട്ടിയും ആവശ്യപ്പെട്ടതുകൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് റോഡ് ഷോ വെച്ചിട്ടുണ്ട് എറണാകുളം ടൌണിൽ. ആ റോഡ് ഷോയോടുകൂടി പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ിൽ സാനുമാക്ഷാണ് ആദ്യമായിട്ട് LDFന് ജയിച്ചത്. അതിനുശേഷം 96 ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. കോൺഗ്രസിന്റെ മണ്ഡലമാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും വളരെയധികം ആളുകൾ ഒരു വികസനത്തിനു വേണ്ടി ഈ നഗരം കൊതിക്കുന്നുണ്ട്. അങ്ങനെ വികസന കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റിന്റെ ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.